ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ലിറ്റ് ചാറ്റ്സ്. മരിയൻ മൂർ എഴുതിയിട്ടുള്ള പോയട്രി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി ലൈൻ ബൈ ലൈനായിട്ട് നമ്മൾ ഓൾറെഡി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പം അതൊന്ന് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു നോട്ട്സും അതിൻ്റെ ലിങ്കും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് അതും നോക്കിയിട്ട് ആ ഒരു നോട്ട്സും എഴുതിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ വായിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലൂടെ ഡയറക്റ്റ്ലി പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ആർ ദി യൂസ്ഫുൾ തിങ്സ് ലിസ്റ്റഡ് ബൈ ദ സ്പീക്കർ? സ്പീക്കർ പറയുന്ന യൂസ്ഫുൾ തിങ്സ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ലൈൻസ് ആണ്. ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ് ഐസ് that can dilate, hair that can rise if it must. These things are important not because a high sounding interpretation can be put upon them, but because they are useful എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ട് നമ്മുടെ കൈകളെ ഒന്ന് ഗ്രാസ്പ് ചെയ്യാനും അതേപോലെ ഐസിനെ ഒന്ന് വികസിപ്പിക്കാൻ ഡൈലേറ്റ് ചെയ്തെടുക്കാനും അതേപോലെ ഹെയറിനെ ഒക്കെ ഒന്ന് റൈസ് ചെയ്തൊന്ന് ഉയർത്തി അല്ലെങ്കിൽ നമുക്ക് രോമാഞ്ചം എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെയുള്ള ഫീലിങ്സ് തരാനും ഒക്കെ കഴിവുള്ള കാര്യങ്ങൾ ഈ വർക്ക്സിനകത്ത് അല്ലെങ്കിൽ പോയട്രിക്ക് അകത്ത് ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഫീലിങ്സ് നമുക്ക് തരാൻ സാധിക്കുന്നത് പറയുന്നത്? അതിലുള്ള വലിയ ഭീകരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കടിച്ചാൽ പൊട്ടാത്ത ലാംഗ്വേജ് കൊണ്ടോ ഒന്നുമല്ല, അവ യൂസ്ഫുൾ ആയതുകൊണ്ട്, അത് നമ്മുടെ ലൈഫുമായിട്ട് റിയൽ ലൈഫുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഇൻസിഡൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ തരാനായിട്ട് സാധിക്കുന്നത് എന്നാണ് അവർ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം ഇവിടെ ഈ എന്താണ് യൂസ്ഫുൾ തിങ്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് യൂസ്ഫുൾ തിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ലൈഫുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന നമുക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ തരാൻ കഴിവുള്ള ആ ഒരു എലമെൻസിനെയാണ് ഇവിടെ യൂസ്ഫുൾ ആയിട്ട് അദ്ദേഹം കണക്കാക്കുന്നത്. The useful things listed by the speaker are what makes the hands grasp things, eyes get diluted, and hair rise. These things are important not because a high-sounding interpretation that can be put upon them, but because they are useful. അപ്പോൾ എന്താ വലിയ ഇൻ്റർപ്രിട്ടേഷൻ കാരണം ഒന്നുമല്ല നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളത്. പക്ഷേ എന്താണ് നമ്മുടെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ് നമ്മളവിടെ യൂസ്ഫുൾ ആയിട്ട് കാണേണ്ടത്. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ പോയിറ്റ് ഹൗ ക്യാൻ വൺ ഫൈൻഡ് സംതിങ് ജെനുവിൻ ഇൻ പോയട്രി? ഒരു പോയട്രിയിൽ എങ്ങനെയാണ് ജെനുവിനിറ്റി കാണാനായിട്ട് സാധിക്കുക എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോമിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഓട്ടോക്രാറ്റിനെ അല്ലെങ്കിൽ ആ ഒരു സ്വേച്ഛാധിപതിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഏതൊരു പോമൻ അല്ലെങ്കിൽ ഏതൊരു വർക്ക് നമ്മൾ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇൻസോളൻസും ട്രിവിയാലിറ്റിയും, ഇൻസോളൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ധിക്കാരം എന്നൊക്കെ പറയില്ലേ, ട്രിവിയാലിറ്റി എന്ന് പറയുന്നത് നിസ്സാരത, ഇതൊന്നും ഒരു വിലയില്ല എന്നുള്ളൊരു പുച്ഛഭാവം. അപ്പം അതൊക്കെ മാറ്റി വെച്ചാൽ മാത്രമേ ഒരു ജെനുവിനിറ്റി, ഇതിപ്പോൾ ഒരു പോമിലാണെങ്കിലും വേറെ എന്തിനാണെങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പോയിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. According to the poet, one can find something genuine in poetry when he grows above insolence and triviality and try to understand the real meaning and purpose of the poetry he reads. അപ്പോൾ ഒരു റീഡറെ സംബന്ധിച്ച് എങ്ങനെ വേണമെന്നാണ് പറയുന്നത്, അയാളുടെ ഉള്ളിലുള്ള ഒരു ഇൻസോളൻസും ട്രിവിയാലിറ്റിയും മാറ്റി നിർത്തിക്കൊണ്ട് അവർ ആ ഒരു പോമിനെ വായിക്കാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ അതിൻ്റെ ഒറിജിനൽ പർപ്പസും ജെനുവിനിറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ടു ഫൈൻഡ് സംതിങ് ജെനുവിൻ ഇൻ പോയട്രി വൺ മസ്റ്റ് സ്റ്റോപ്പ് ബീയിങ് ആൻ ഓട്ടോക്രാറ്റ് ഹൂ തിങ്സ് ഹി ഈസ് ദ മാസ്റ്റർ ഓഫ് ഓൾ. അപ്പോൾ എന്താണ്, ആദ്യം ഞാനൊരു ഓട്ടോക്രാറ്റാണ്, എല്ലാറ്റിൻ്റെയും മേലെ ഞാനാണ് എന്നുള്ള ചിന്ത ആദ്യം മാറ്റി വെക്കണം. അടുത്ത ചോദ്യം, ഈസ് ദ സ്പീക്കർ ഇംപേഷ്യൻറ്റ് വിത്ത് ഹാഫ് പോയിറ്റ്സ്? ഹാഫ് പോയിറ്റ്സിനെ കുറിച്ചുള്ള സ്പീക്കറുടെ ചിന്ത അല്ലെങ്കിൽ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഹാഫ് പോയിറ്റ്സ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഒറിജിനൽ പോയട്രീനെ കുറച്ചൊക്കെ കോപ്പി അടിച്ച് അത് കണ്ട് വായിച്ച് അതിൽ നിന്നുള്ള എലമെൻസൊക്കെ എടുത്ത് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ആഡ് ചെയ്യാനില്ലാതെ പുതിയൊരു വർക്കായിട്ട് പുറത്ത് വിടുന്ന ആ ഒരു പരിപാടിയാണ് എന്ത് പറയുന്നത്, ഹാഫ് പോയിറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് അതിനോട് മൂപ്പരുടെ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോയറ്റിൻ്റെ ഒരു മനോഭാവം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ നമ്മുടെ പോയിട്ട് എന്താ പറയുന്നത്, അങ്ങനെയുള്ളവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണമെന്ന് ഡയറക്റ്റ്ലി ഈ ഒരു പോം കൂടെ പറഞ്ഞിട്ടുണ്ട്. ദ സ്പീക്കർ ഇസ് വെരി മച്ച് ഇംപേഷ്യൻറ്റ് വിത്ത് ഹാഫ് പോയറ്റ്സ് ഡ്രാഗ് തിങ്സ് ഇൻ ടു പ്രോമിനൻസ് വിത്തൗട്ട് എനി ലോജിക് ആൻഡ് റീസൺ ആൻഡ് ദ റിസൾട്ട് ഇസ് നോട്ട് പോയട്രി. അപ്പം എന്താണ്, ഒരു ലോജിക്കും റീസണും ഒന്നും ഇല്ലാത്ത ഓരോ കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ട് വരുന്നത്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കില്ല, ഒരിക്കലും ഒരു യഥാർത്ഥ പോയട്രി ആയിരിക്കില്ല. യൂസിങ് ബൊംബാസ്റ്റ് ആൻഡ് ഫ്ലവറി സ്റ്റൈൽ ദേ ട്രൈ ടു ഇംപ്രസ് ദ റീഡേഴ്സ് വിത്ത് ദ സില്ലി തോട്ട്സ് വിച്ച് ഡു നോട്ട് ഹാവ് എനി ജെനുവിൻ തിങ്കിങ് ഇൻ ദം. അപ്പോൾ അവർ അവരുടെയിലുള്ള വളരെ ഒരു മൂല്യവും ഇല്ലാത്ത ചെറിയ ചെറിയ ചിന്തകളേനെ ജനങ്ങളിലോട്ട് അല്ലെങ്കിൽ റീഡേഴ്സിലോട്ട് ഒരു ജെനുവിനിറ്റിയും ഇല്ലാത്ത ആ ഒരു കാര്യങ്ങളെ റീഡേഴ്സിലോട്ട് കുറേ പൊലിപ്പിച്ച് വലിയ ഭീകരമായിട്ടുള്ള ഭാഷയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ജനങ്ങളിലോട്ട് എത്തിച്ചിട്ട് അതിനൊരു കയ്യടി നേടാനായിട്ട് ശ്രമിക്കുന്നവരാണ് ഈ പറയുന്ന ഹാഫ് പോയറ്റ്സ്. അതുകൊണ്ട് തന്നെ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണമെന്ന് തന്നെയാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്.
അടുത്ത ചോദ്യം, ഹൗ ഡസ് എ സ്പീക്കർ ഡിഫൈൻ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി? പോയട്രിയിലെ ശരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പീപ്പിളിനെ എങ്ങനെയാണ് സ്പീക്കർ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഹൗ ഡസ് ദ സ്പീക്കർ ഡിഫൈൻ, എങ്ങനെയാണ് അവർ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഹു ആർ റിയലി ഇൻട്രസ്റ്റഡ് ഇൻ പോയട്രി, പോയട്രിയിൽ ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ളവരേനെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്തായാലും നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഒരു ഓട്ടോക്രാറ്റ് ആയിട്ടുള്ള സ്വഭാവം മാറ്റിവെച്ച് അവരുടെ ഇൻസോളൻസും ട്രിവിയാലിറ്റിയും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് പോമിനെ ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ. ദ പീപ്പിൾ ഹു ആർ റിയലി ഇൻട്രസ്റ്റ് ഇൻ പോയട്രി ഷുഡ് ബി ലിറ്ററിസ്റ്റ് ഓഫ് ദ ഇമാജിനേഷൻ. ലിറ്ററിസ്റ്റ് ഓഫ് ദ ഇമാജിനേഷൻ ആയിരിക്കും ശരിക്കും ആസ്വദിക്കാൻ കഴിവുള്ള വ്യക്തികൾ. ദേ ഷുഡ് ഗ്രോ എബവ് ഇൻസോളൻസ് ആൻഡ് ട്രിവിയാലിറ്റി. അവർ ധിക്കാരത്തിൻ്റെ നിസ്സാരതയുടെ ഒക്കെ മുകളിൽ വളരുന്നവരായിരിക്കണം. ഇൻസോളൻസ് ആൻഡ് ട്രിവിയാലിറ്റി കൺ പ്രിവെന്റ് പീപ്പിൾ ഫ്രം ഗെറ്റിംഗ് ഇൻട്രസ്റ്റ് ഇൻ പോയട്രി. പറഞ്ഞ ഇൻസോളൻസ് ട്രിവിയാലിറ്റി ഒക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അവർക്ക് ആ ഒരു പോമിലുള്ള ഇൻട്രസ്റ്റ് ഇല്ലാതെയാവും. We do not admire what we cannot understand. Can you explain? നമ്മൾക്ക് മനസ്സിലാവാൻ പറ്റാത്തതൊന്നും നമ്മൾ ബഹുമാനിക്കില്ല, അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളൊരിക്കലും അതിനെ എന്താ പറയുക, ആരാധിക്കില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട്, അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പം അതെന്താണ്, അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിനെ ആരാധിക്കില്ല അല്ലെങ്കിൽ അഡ്മയർ ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്? നമുക്ക് അതിനെ ആരാധിക്കാൻ അല്ലെങ്കിൽ ബഹുമാനിക്കാൻ പറ്റിയൊരു കാര്യം അതിനകത്ത് ഉണ്ടെന്ന് തോന്നിയാലല്ലേ നമ്മളത് ചെയ്യുള്ളൂ. അത് തോന്നണമെങ്കിൽ ആദ്യം എന്ത് വേണം, നമുക്ക് ആ കാര്യം മനസ്സിലാവണം, അല്ലാതെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, Marianne Moore was quite right in asserting that we do not admire what we cannot understand. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സിമ്പിൾ ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏതൊരു മനുഷ്യനും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. സംതിങ് which is derivative or unintelligible will not be admired by us. അപ്പോൾ അതിൽ പോമിൽ തന്നെ പറയുന്നുണ്ട്, ഡെറിവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഇൻ്റലിജിബിൾ ആയിട്ട് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും എന്തിനു സാധിക്കില്ല, നമ്മളെ കൊണ്ട് അഡ്മയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓൺ വാട്ട് ഗ്രൗണ്ട്സ് ഡസ് ദ സ്പീക്കർ സേ ദാറ്റ് ഷി ഈസ് നോട്ട് എ ഫാൻ ഓഫ് പോയട്രി? ഞാനൊരു പോയട്രിയുടെ ഫാൻ അല്ല, അല്ലെങ്കിൽ ഞാനും അത് ഡിസ്ലൈക്ക് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഐ ടു ഡിസ്ലൈക്ക് ഇറ്റ്. ആ ഇറ്റ് എന്ന് പറയുന്നത് പോമാണ്, എനിക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഒരു പോയറ്റായിട്ട് പോലും എന്തുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നുണ്ടാവുക? അവരവിടെ പറയുന്നത് അവർക്ക് അവിടെ പോയം ഇഷ്ടമല്ല എന്നല്ല, അവരവിടെ ഉദ്ദേശിക്കുന്നത് അവരൊരു റെപ്രസെൻറ്റേറ്റീവാണ്. അതായത് അങ്ങനത്തെ പോമിനെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പോംസ് അതൊന്നും ശരിയല്ല എന്നുള്ളൊരു മനോഭാവമുള്ള ഒരു കൂട്ടം ജനങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവരുടെ ഉള്ളിൽ ആ മനസ്സ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ തുടക്കത്തിൽ തന്നെ എന്ത് പറയുന്നത്, എനിക്കും പോയൊന്നും ഇഷ്ടമല്ല എന്ന് പറയുന്നത്. എന്താണ്, ഷീ റെപ്രസെൻറ്റ്സ് ഹെർസെൽഫ് ആസ് എ പേഴ്സൺ ഹു ഡിസ്ലൈക്സ് പോയട്രി ആൻഡ് ട്രൈസ് ടു ടെൽ us വൈ മെനി പീപ്പിൾ ഡിസ്ലൈക്സ് us. അപ്പം എന്താണ്, അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്ന്, പോമിനെ ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായി നിന്ന് അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് എന്തിനു സാധിക്കുള്ളൂ, അവരെന്തുകൊണ്ടാണ് പോം ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലത്തെ മനോഭാവം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, അവർക്ക് ഉള്ളിലുള്ള ചിന്താഗതി എന്താണ് എന്നൊക്കെ പറയണമെങ്കിൽ അവർക്ക് ഉള്ളിൽ നിന്ന് ഒരാളായി സംസാരിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവരങ്ങനത്തെ ഒരു തുടക്കം കൊടുത്തിട്ടുള്ളത്. The speaker says that she is not a fan of poetry because of different reasons. Poetry is one of Marianne Moore's most celebrated literary achievements. It is a poem that she was never happy with and she continued to revise it over the decades of her life. അപ്പം എന്താണ് വേറൊരു കാരണം എന്ന് പറയുന്നത്, അവർ ഒരുപാട് വർഷം അവരുടെ ആ ഒരു പോമിൽ കുറേ എന്താ പറയുക, കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അവർ ഒരു സംതൃപ്തി അല്ലാത്തത് കൊണ്ട് വീണ്ടും വീണ്ടും അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ഈ ഒരു വർക്കിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. In fact, the final version of the poem which she published in 1967, there were only 3 full lines. അങ്ങനെ എഡിറ്റ് ചെയ്ത് അവസാനത്തെ വേർഷനിൽ 3 ലൈൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ആ അവസാനത്തെ വേർഷൻ്റെയൊക്കെ മുന്നേ എഴുതിയിട്ടുള്ള ഏർലി വേർഷനാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് 3 ലൈൻസ് അല്ലല്ലോ ഉള്ളൂ, കൂടുതൽ ലൈൻസ് ഉണ്ടല്ലോ. അപ്പോൾ മൂർ ഹാസ് റിട്ടൺ ദ പോം ഇൻ ഫ്രീ വേഴ്സ് ടു റെപ്രസെൻറ്റ് ഹെർ കോംപ്ലക്സ് ഇമോഷൻസ് റിലേറ്റഡ് ടു പോയട്രി. എന്നാൽ ഫ്രീ വേഴ്സിൽ അവരുടെ ആ ഒരു കോംപ്ലക്സ് ഇമോഷൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് അവർ ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിൽ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്, അവർ അതിനകത്തുള്ള ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട്, പോം ഇഷ്ടപ്പെടാത്തവരെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതേപോലെ തന്നെ അവർ ആ ഒരു പോം ഒരുപാട് കാലം എഡിറ്റ് ചെയ്ത് ഒരിക്കലും സംതൃപ്തി അല്ലാതിരുന്നിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ 2 കാര്യങ്ങളും ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവർ തുടക്കത്തിലായി ടു ഡിസ്ലൈക്ക് ഇറ്റ് എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നുള്ളത് പറയാം. കൂടുതൽ മാച്ചായിട്ടുണ്ടാവുക ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഒരു രീതി ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. How does the speaker criticize a high-sounding interpretation? High-sounding interpretationസിൻ്റെ ആ ഒരു ഹൈ ലെവൽ, ഹൈ സൗണ്ടിങ് ആയിട്ടുള്ള
നല്ല പൊലിപ്പിച്ചുകൊണ്ടുള്ള സംഭവം ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമല്ലോ, അതിനെ എങ്ങനെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്നതിൽ കൂടെ എന്ത് സംഭവിക്കുന്നു, ആ ഒരു പോമിനെ തന്നെ എന്താണ് അതൊരു വേറെ രീതിക്ക് അത് മാറിപ്പോവുകയാണ്, അത് അൺക്ലിയർ ആയി പോവുകയാണ്, വായനക്കാരന് മനസ്സിലാക്കാത്ത പറ്റാത്തൊരവസ്ഥയിലോട്ട് അത് മാറുകയാണ്. The speaker criticizes high sounding interpretation because such interpretations trivialize poetry. Some half poets which write ridiculous poems with bombastic and high sounding words, thinking that they are doing a big service to the humanity. ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ ഹാഫ് പോയിറ്റ്സ് ഒക്കെ എന്ത് ചെയ്യാണ്, വലിയ വലിയ കാര്യങ്ങൾ വേർഡ്സ്, അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ ടഫായിട്ടുള്ള വേർഡ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഭാവം എന്താണ്, ഞങ്ങൾ ഹ്യൂമാനിറ്റിക്ക് എന്തോ വലിയ കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ അവരെന്താ ചെയ്യണത്, ആ വായനക്കാരെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുകയാണ് ചെയ്യുന്നത്. ദീസ് ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻസ് ടേക്ക് അവേ ദ സൗൾ ഓഫ് പോയട്രി ആൻഡ് ദെൻ പോയട്രി ബിക്കംസ് സംതിങ് വിച്ച് ഈസ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നത്തിങ്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻ്റർപ്രിട്ടേഷൻസ് കാരണം പോമിൻ്റെ എന്ത് സംഭവിക്കുന്നു, ആത്മാവ് തന്നെ എന്താണ് ഇല്ലാതെ ആവുകയാണ് അല്ലെങ്കിൽ മാറിപ്പോവുകയാണ്. അതേപോലെ അതിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസും അതിനകത്തൊന്നും ഇല്ലാത്തൊരവസ്ഥയിലോട്ട് ഇങ്ങനത്തെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസ് കൊണ്ടെത്തിക്കുന്നു. പോംസ് ക്യാൻ ബി റിട്ടേൺ ഓൺ മെനി തിങ്സ്, ദ ബാറ്റ് ഹോൾഡിംഗ് ഓൺ അപ്സൈഡ് ഡൗൺ ഓർ ഇൻ ക്വസ്റ്റ് ഓഫ് സംതിങ് ടു eat, elephants pushing, a wild horse taking a roll, a tireless wolf under a tree, the baseball fan or the statistician. അപ്പോൾ അതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കണ്ടന്റുകൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള റിയൽ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെറിയ ചെറിയ കണ്ടന്റ്സിനെ വെച്ചിട്ടായിരിക്കും പലപ്പോഴും പോംസ് എഴുതപ്പെട്ടിട്ടുള്ളത്. ബട്ട് ദ ലാംഗ്വേജ് ഓഫ് ദ പോം മസ്റ്റ് ബി ലൂസിഡ് ആൻഡ് സിമ്പിൾ സോ ദാറ്റ് ദ റീഡേഴ്സ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ആൻഡ് മെസ്സേജ് ഓഫ് ദ പോം വിത്തൗട്ട് എനി കൺഫ്യൂഷൻ ആൻഡ് കോംപ്ലക്സിറ്റി. കാര്യങ്ങൾ അതിൻ്റെ ടോപ്പിക് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒരു ആനയെക്കുറിച്ചോ ഒരു ഔളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു വൂൾഫിനെ കുറിച്ചോ എന്തിനെ കുറിച്ചോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ പറയുന്ന ഭാഷ സിമ്പിളായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന തരത്തിൽ അല്ല ആയിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ വായനക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ അവർക്ക് ഗ്രാസ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതാണ് വാട്ട് ഡസ് എ സ്പീക്കർ ക്രിട്ടിസൈസ് ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻ. ആ ഒരു പൊലിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഭാഷയെ അവർ ക്രിട്ടിസൈസ് ചെയ്യാനുള്ള കാരണം എന്താണ്, ക്ലിയർ ആയിരിക്കില്ല, മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന്. List out the important phenomena as mentioned by the speaker. Why does she think they are important? അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ സ്പീക്കർ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പറയുന്നുണ്ട്, ഒന്ന് ജെനുവിനിറ്റി, എങ്ങനെയാണ് ഒരു പോമിനെ ജെനുവിനായിട്ട് കാണേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അൺഇൻ്റലിജിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ രീതിക്ക് മനസ്സിലാവാൻ പറ്റാത്ത ഭാഷ കൊണ്ടുള്ള ദോഷങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഹാഫ് പോയിറ്റ്സിനെ നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം, മാറ്റി നിർത്തണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഓട്ടോക്രാറ്റ്സ്, നമ്മുടെ ഉള്ളിലുള്ള ഒരു ഓട്ടോക്രാറ്റ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പോമിനെ നോക്കി കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ദ സ്പീക്കർ ലിസ്റ്റ് ഔട്ട് സം ഇമ്പോർട്ടൻറ്റ് ഫെനോമിന ദാറ്റ് മേക്ക് പോയട്രി ഗ്രേറ്റ്. ഇഫ് ദിസ് ഫെനോമിന ആർ മിസ്സിംഗ്, ദ പോയട്രി വിൽ റിമെയിൻ ദ ഐഡൽ ബാക്കിംഗ് ഓഫ് ഹാഫ് പോയിറ്റ്സ് ഹു കൺഫ്യൂസ് ഗുഡ് പോയട്രി വിത്ത് ബൊംബാസ്റ്റ് ആൻഡ് ഹൈ സൗണ്ടിങ് ഇൻ്റർപ്രിട്ടേഷൻസ്. ഈ പറഞ്ഞ കണ്ടൻസ് ഒന്നും ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവുന്നു, പോം ഈ ഹാഫ് പോയിറ്റ്സിൻ്റെ കയ്യിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഭാഷ, അങ്ങനത്തെ ഒരു കാര്യം മാത്രമായിട്ട് അത് മാറുന്നു. പോയട്രി ഓഫൺ ഡീൽസ് വിത്ത് ദ സിമ്പിൾ തിങ്സ് ഇൻ ലൈഫ്. മിക്കവാറും പോയംസിൽ എന്തൊക്കെ ഉണ്ടാവുക, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ബട്ട് ദ ലാംഗ്വേജ് മസ്റ്റ് ബി സിമ്പിൾ ബട്ട് മീനിങ് ഫുൾ ആസ് ടു കൺവേ ദ മെസ്സേജ് ക്ലിയർലി ടു ദ റീഡേഴ്സ്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഭാഷ കൂടെ എന്തായിരിക്കണം, സിമ്പിൾ ആയിരിക്കണം, റീഡേഴ്സിന് മനസ്സിലാവുന്നതായിരിക്കണം. ഓൾ ഗുഡ് പോയട്രി ഷുഡ് കണ്ടെയ്ൻ വാല്യൂബിൾ തിങ്സ് ആൻഡ് മോർ ടു ഷുവർ ദാറ്റ് ജെനുവിൻ റീഡേഴ്സ് ക്യാൻ റിയലി ഫൈൻഡ് ദീസ് വാല്യൂബിൾ തിങ്സ്. അപ്പം ജെനുവിൻ റീഡേഴ്സിന് മാത്രമേ പോംസിലുള്ള ആ ഒരു വാല്യൂബിൾ ആയിട്ടുള്ള വിലപിടിപ്പുള്ള ആ ഒരു കാര്യങ്ങൾ, മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങളെ കാണാനായിട്ട് സാധിക്കുള്ളൂ. പോയട്രി ഹെൽപ്സ് റീഡേഴ്സ് ടു തിങ്ക് അബൌട്ട് ദ സിംപ്ലസ്റ്റ് അൺനോട്ടീസ്ഡ് സൈഡ് ഓഫ് ലൈഫ് ഇൻ എ ലൈഫ് ദാറ്റ് ഈസ് ഇൻറ്റൻസ് ആൻഡ് ഹോണസ്റ്റ്. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള, തീവ്രമായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ആ ഒരു ലൈഫിനകത്തുള്ള തിരിച്ചറിയാത്ത, അൺനോട്ടീസ്ഡ് ആയിട്ടുള്ള, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ തുറന്നു കാണിക്കുകയാണ് പോയട്രി ചെയ്യുന്നത്. പോയട്രി ഹെൽപ്സ് റീഡേഴ്സ് ടു പെർസീവ് തിങ്സ് ഇൻ എ ക്ലിയർ മാനറിലാണ് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ദം ടു ഹോൾഡ് ഓൺ ടു ലൈഫ് ആൻഡ് ടു അഡ്മയർ ദ സിംപ്ലിസിറ്റി ആൻഡ് വെറൈറ്റി ഓഫ് ലൈഫ്. അപ്പം എന്നാൽ ലൈഫിൻ്റെ സിംപ്ലിസിറ്റിയും വെറൈറ്റിയും ഒക്കെ ജനങ്ങളിലേക്ക് ഒരു അഡ്മയറബിൾ ആയിട്ടുള്ള രീതിക്ക് പ്രസൻറ്റ് ചെയ്യുന്നു. മോർ ഓൾസോ വാണ്ട്സ് റീഡേഴ്സ് അഗൈൻസ്റ്റ് ഹാഫ് പോയിറ്റ്സ് ഹൂ കാൻ റൈറ്റ് ഓർ അപ്രീഷിയേറ്റ് ജെനുവിൻ പോയട്രി. ഹാഫ് പോയിറ്റ്സിനെ മാറ്റി നിർത്തുന്നതിനെ കുറിച്ചും ആര് പറയുന്നുണ്ട്, അവർക്ക് ശരിക്കും യഥാർത്ഥ പോയട്രീനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്ന് നമ്മുടെ പോയറ്റ് പറയുന്നുണ്ട്. ദ ഓഫ് കോട്ടഡ് ലൈൻ ഓഫ് ഇൻ ദിസ് പോം റിവീൽസ് ഹെർ മെസ്സേജ്. ഷീ വാണ്ട്സ് പോയറ്റ്സ് ഹൂ ക്രിയേറ്റ് ഇമാജിനറി ഗാർഡൻസ് വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം. ഒരു ഇമാജിനറി ഗാർഡൻ, ജീവനുള്ള അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള തവളകളുള്ള ഒരു ഇമാജിനറി ഗാർഡൻ ഫോം ചെയ്യുന്നതിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ ഒരു ലൈനിന് നമുക്ക് എസ്സേയിൽ നമ്മൾ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തിട്ട് പറയുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇതിൽ ഞാൻ കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നില്ല.
അടുത്ത ചോദ്യം നോക്കാം. അക്കോർഡിംഗ് ടു ദ സ്പീക്കർ, വാട്ട് ഹാപ്പൻസ് വെൻ വി റീഡ് ഗുഡ് പോയട്രി? ഗുഡ് പോയട്രി വായിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്, പോയട്രി ഹെൽപ്സ് ദോസ് റീഡേഴ്സ് ടു പെർസീവ് തിങ്സ് ഇൻ ലൂസിഡ് മാനർ, ഹെൽപ്സ് ദം ടു ഹോൾഡ് ഓൺ ടു ലൈഫ് ആൻഡ് ടു അഡ്മയർ ദ സിംപ്ലിസിറ്റി ആൻഡ് വെറൈറ്റി ഇൻ ലൈഫ് എന്ന് പറയുന്നുണ്ട്. പോയട്രി എന്ത് ചെയ്യുന്നു? കാര്യങ്ങളെ ഒരു ക്ലിയർ ആയിട്ടുള്ള രീതിക്ക് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നു. അതേപോലെ അവരുടെ ലൈഫിലോട്ടുള്ള ആ ഒരു ഹോൾഡ്, ആ ഒരു പിടുത്തം അതേപോലെ തന്നെ നിർത്താനായിട്ട് സാധിക്കുന്നു. ആൻഡ് ടു അഡ്മയർ ദ സിംപ്ലിസിറ്റി ആൻഡ് വെറൈറ്റി ഇൻ ലൈഫിലെ സിംപ്ലിസിറ്റിയും അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ വായനക്കാരനിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ടാണ് ഒരു ഗുഡ് പോയട്രി ശ്രമിക്കുന്നത്. According to the speaker, when we read good poetry, we perceive things in a clear manner. Poetry is often written about small things like the bat holding. അതേപോലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ബാറ്റിനെ കുറിച്ചും അതേപോലെ വോൾഫിനെ കുറിച്ചും സ്റ്റാറ്റിസ്റ്റീഷ്യനെ കുറിച്ചും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചായിരിക്കും ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. ബട്ട് ദീസ് തിങ്സ് ആർ പ്രസന്റഡ് ഇൻ എ ന്യൂ ലൈറ്റ് ആൻഡ് എ ന്യൂ പെർസ്പെക്റ്റീവ്സ് വിത്ത് ഹെൽപ്പ് അസ് ടു വൈഡൻ അവർ മെന്റൽ ഹൊറൈസൺ ആൻഡ് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് തിങ്സ്. അപ്പം എന്നാൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ ഇന്നും കാണുന്ന കാര്യങ്ങളാണെങ്കിൽ അതിന് വേറൊരു രീതിക്ക് കൊടുത്ത് പുതിയൊരു പ്രകാശം കൊടുത്ത് അതിനെ കാണിക്കാനാണ് പോമിലൂടെ ശ്രമിക്കുന്നത്. വി ബിക്കം മോർ ജനറസ് ആൻഡ് എംപത്തറ്റിക്, വിച്ച് ഹെൽപ്സ് അസ് ടു കം ഔട്ട് അവർ നാരോ കൺഫൈൻസ്. നമ്മുടെ ആ ഒരു ഇടുങ്ങിയ ചിന്താഗതികളുടെ ഉള്ളിൽ നിന്നും നമ്മൾ പുറത്തേക്ക് വലിയൊരു ചിന്താഗതിയിലോട്ട് വലിയൊരു ലോകത്തിലേക്ക് അത് തുറന്നു കാണിക്കാനായിട്ട് നോക്കുന്നുണ്ട്. വി ആർ മെയ്ഡ് ടു റിയലൈസ് ദാറ്റ് വി ആർ പാർട്ട് ഓഫ് പാർസൽ ഓഫ് എ വൈഡ് universe which is shared by not only people but also by the innumerable creatures and the environment. അപ്പം എന്താണ് അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? മനുഷ്യന്മാർ മാത്രമുള്ള ഒരു ഇടുങ്ങിയ ലോകമല്ല നമ്മളുടേത്. ഒരുപാട് അസംഖ്യം ക്രീച്ചേഴ്സ്, പലതരത്തിലുള്ള ജീവികൾ, ജന്തുജാലങ്ങളുള്ള ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. The poets create imaginary gardens with real thoughts in them and we are able to have a clearer view of ourselves and also our responsibility to others. നമുക്ക് മറ്റുള്ളവരോടുള്ള റെസ്പോൺസിബിലിറ്റിയും അതേപോലെ ആ ഒരു ജീവനുള്ള തവളകളുള്ള ആ ഒരു ഗാർഡൻ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോംസ് നമുക്കൊരു ഐഡിയ തരുന്നുണ്ട്. ഗുഡ് പോയട്രി ഹെൽപ്സ് us to hold on to life and admire the simplicity and variety of life. അടുത്ത ചോദ്യം, then you are interested in poetry. According to the speaker, which are the possible ways to analyze one's interest in poetry? ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റ്, പോയട്രിയിലുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? അതെങ്ങനെയാണ്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഹിപ്പോക്രാറ്റ് ആയിട്ടുള്ള മനോഭാവം ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ആ ഒരു പോയട്രിയുടെ എന്തൊക്കെയാണ് ആ ഒരു റോനെസ്സും അതേപോലെ ചിലപ്പോൾ ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ രുചിയുള്ള കാര്യങ്ങളൊന്നും ആവില്ല, നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അതിനെയൊക്കെയും ആ ഒരു നെഗറ്റീവ്സിനും പോസിറ്റീവ്സിനും ഒരേപോലെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾക്ക് എന്തുണ്ടായിരിക്കും? പോയട്രിയോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. When we start eliminate the hypocrite among us and start accept poetry with all its rawness, then we are interested in poetry. When we descend from our pedestals of insolence and triviality and become literates of imagination, we can really inspect the imaginary gardens with real thoughts in them presented to us by the poets and appreciate them sincerely. നമുക്ക് എങ്ങനെയാണ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഉള്ളിലുള്ള പലതാണ് പറഞ്ഞു ഇൻസോളൻസ് ആൻഡ് ട്രിവിയലിറ്റി, ആ വേർഡ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതൊക്കെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെയാണ് നമുക്ക് സിൻസിയർ ആയിട്ട് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി ടേക്സ് ഡിഫറെൻറ്റ് ഷേപ്സ്. ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. വി തിങ്ക് അബൌട്ട് ദ സബ്ജക്ട് മാറ്റർ ഓർ ദ തീം. പിന്നെ സബ്ജക്ട് മാറ്ററിനെ കുറിച്ചും അതേപോലെ തീമിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്ന രീതിയുണ്ട്. ദ തീം ക്യാൻ ബി എനിത്തിങ് അണ്ടർ ദ സൺ ഓർ എബൌ ഇറ്റ്. അപ്പോൾ എന്താണ്? സൂര്യന് കീഴെയുള്ള അല്ലെങ്കിൽ മേലെയുള്ള എന്തുമാവാം ഒരു പോമിൻ്റെ തീം എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ റേഞ്ച് ഫ്രം ദ ബാഡ് ഹോൾഡിങ് അപ്സൈഡ് ഡൗൺ. അങ്ങനെ ആ ഒരു സെക്ഷൻ കേട്ടോ, അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. After seeing the raw material of poetry in all its rawness and finding it genuine, you look into the language of the poem. അപ്പം എന്താണ്? ആ ഒരു പോമിൻ്റെ റോനെസ്സും അതേപോലെ അതിൻ്റെ ജെനുവിനിറ്റിയും ഒക്കെ നോക്കിയതിന് ശേഷം അടുത്ത് നമ്മൾ ആദ്യം എന്ത് നോക്കി? നമ്മൾ തീം നോക്കും, പിന്നെ നമ്മൾ എന്ത് നോക്കും? ലാംഗ്വേജ് നോക്കും. ദ ലാംഗ്വേജ് ഷുഡ് ബി സിമ്പിൾ ആൻഡ് ലൂസിഡ്. ലാംഗ്വേജ് എന്തായിരിക്കണം? സിമ്പിൾ ആയിരിക്കണം. ദെൻ വി ലുക്ക് ഇൻ ടു ദ മെസ്സേജ്. പിന്നെ ആദ്യം നമ്മൾ തീം നോക്കി, പിന്നെ ലാംഗ്വേജ് നോക്കി, പിന്നെ നമ്മൾ എന്ത് നോക്കി? മെസ്സേജ് എന്താണത് തരുന്നത്. എവറി ഗുഡ് പോയം ഹാസ് എ ക്ലിയർ മെസ്സേജ്, എ മെസ്സേജ് ഓഫ് ലവ്, കമ്പാഷൻ ആൻഡ് അപ്രീസിയേഷൻ. എ വേൾഡ് വിത്തൗട്ട് പോയട്രി വുഡ് ബി ഡ്രാവ്, ഡൾ ആൻഡ് എക്സ്ട്രീംലി ബോറിംഗ്. കൃത്യമായിട്ട് അതിൻ്റെ മെസ്സേജ് എന്താണ് എന്ന് നമ്മൾ അവസാനം നോക്കുന്നതായിരിക്കും. ഇനി എസ്സേ ക്വസ്റ്റ്യൻസ്. പോയട്രി ഈസ് എ മാനുവൽ ഫോർ ദ റീഡേഴ്സ് ടു അനലൈസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി. ഒരു റീഡേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റ്, പോയട്രിയിലുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു മാനുവലാണ് നമ്മുടെ ഈ വർക്ക്, ഇവർ എഴുതിയിട്ടുള്ള പോയട്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം?
അപ്പോൾ അത് നമുക്ക് എന്ത് പറയും? പോയട്രി ഈസ് വൺ ഓഫ് മെറൈൻ മൂർസ് മോസ്റ്റ് സെലിബ്രേറ്റഡ് ലിറ്റററി അച്ചീവ്മെൻറ്റ്സ്. മെറിയൻ മൂറിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിലെന്തുകൊണ്ടാണ് ഒരാളുടെ ഇൻട്രസ്റ്റ് എങ്ങനെ കാണിക്കുന്നു എന്ന് പറയുന്നത്? ഇതിൽ പലതരത്തിൽ പറയുന്നുണ്ട്. എന്താണ് ഒരു പോമിലെ ഒറിജിനൽ ജെനുവിനിറ്റി എന്താണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് പോമിനെ അതിൻ്റെ എല്ലാ റോനസും കൂടി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഓട്ടോക്രാറ്റ് മനോഭാവം മാറ്റുന്ന വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും? ആ ഒരു പോമിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ എന്തിലും വരുന്നത്. ഈ പറയുന്ന എസ്സേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇത്രയും ഷോർട്ട് ആൻസേഴ്സിൽ ഡിസ്കസ് ചെയ്ത ആ സെയിം സംഭവം തന്നെയാണ് ഈ എസ്സേ ക്വസ്റ്റ്യനകത്ത് വരുന്നത്. അതിൻ്റെ നോട്ട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാകും, അത് നോക്കുക. ഈ സെയിം സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ച് വെറുതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അത് വീണ്ടും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. എങ്ങനെയാണ് അനലൈസ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ പോയട്രി, അവരുടെ പോയട്രിയിൽ ഇൻട്രസ്റ്റ് എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അവരുടെ അതിനെ എല്ലാ രീതിക്കും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള, ജെനുവിനിറ്റിയെ മനസ്സിലാക്കാനുള്ള, അതിനെ ഉള്ളിലേക്ക് എടുക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു മനോഭാവം ഉള്ളവർ എന്തായിരിക്കും? ഈ ഇൻട്രസ്റ്റ് ഉള്ള പോയട്രിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കും എന്നാണ് അതിൻ്റെ ഡയറക്റ്റ് ആൻസർ വരുന്നത്. ഇനി അടുത്ത എസ്സേ ക്വസ്റ്റ്യൻ, ഡു യു എഗ്രി വിത്ത് ദ സ്പീക്കേഴ്സ് ഒപ്പീനിയൻ ദാറ്റ് റിയൽ പോയട്രി ഈസ് ഇമാജിനറി ഗാർഡൻ വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം? ആ ഒരു ജീവനുള്ള തവളകളുള്ള ഇമാജിനറി ഗാർഡൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഡയറക്റ്റ് ആൻസർ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോയറ്റ് ടേക്സ് റിയൽ തോട്ട്സ് ദാറ്റ് മീൻസ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ടു ക്രിയേറ്റ് ദി ഇമാജിനറി ഗാർഡൻ ദാറ്റ് ഈസ് ദ പോം. അപ്പോൾ എന്താണ് ഇവിടെ റിയൽ തോട്ട്സ് അല്ലെങ്കിൽ ആ തവളകൾ, ജീവനുള്ള തവളകൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളാണ്. അപ്പോൾ ഒരു പോയറ്റ് എന്താ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള ജീവനുള്ള തവളകളെ കൊണ്ട് അല്ലെങ്കിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ റിയൽ ലൈഫ് തിങ്സ്, നമ്മുടെ റിയൽ ലൈഫിലുള്ള കാര്യങ്ങൾ അതിനെയൊക്കെ എടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഒരു ഇമാജിനറി ഗാർഡൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഇമാജിനറി ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ആ ഒരു പോം. അപ്പോൾ ഇതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത് എന്താണ്? റിയൽ ലൈഫ് ഇൻസിഡൻസിനെ എടുത്തുകൊണ്ട് അവയെ കൊണ്ട് ഒരു പോം സൃഷ്ടിക്കുന്നു എന്നാണ് ഈ പറഞ്ഞ ഇമാജിനറി ഗാർഡൻ വിത്ത് റിയൽ തോട്ട്സ് ഇൻ ദം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് ചോദിക്കണം. സംഭവം കറക്റ്റാണ്, നമുക്കറിയാം. റിയൽ ലൈഫ് ഇൻസിഡൻസിനെ എടുത്ത് അവയെ ആണ് ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് നല്ലൊരു ഭാഷയിൽ, സിമ്പിളായിട്ടുള്ള പക്ഷേ മനോഹരമായിട്ടുള്ളൊരു ഭാഷയിൽ രചിക്കപ്പെട്ടു വരുന്നതിൻ്റെ ആ ഒരു റിസൾട്ട്, അതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഫലമായിട്ട് വരുന്ന ആ ഒരു ഗാർഡനാണ് എന്ത് ഇമാജിനറി വേൾഡിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഗാർഡനാണ് പോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും വലിച്ചു നീട്ടുന്നില്ല, ഞാൻ നോട്ട്സ് ഇൻസ്റ്റാഗ്രാം പേജിൽ